ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കാര്യമായിട്ടുള്ള പണിയിലാട്ടോ. ഞങ്ങൾ മീൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരാൾ തകൃതിയായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ചധികം മീൻ മേടിച്ചു കേട്ടോ. കുറച്ചൊക്കെ നമ്മൾ റൂമിൽ തന്നെ കട്ട് ചെയ്തു. ഞണ്ടും പിന്നെ അയലയും നമ്മളുടെ മത്തിയൊക്കെ റൂമിൽ തന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. പിന്നെ ബാക്കി കുറച്ചധികം മീനുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ടെറസിൽ വന്നിരുന്നു ഒന്നിച്ചാൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത്രയും പണി കുറഞ്ഞല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ ഹരിയാടനും ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ടെറസിൽ മീൻ കട്ട് ചെയ്യാൻ വന്നേക്കല്ലേ. മടുത്തോ? മേടിച്ചപ്പോൾ ഓർത്തില്ല, അങ്ങ് മേടിച്ചു. ഇപ്പം കട്ട് ചെയ്യാൻ നോക്കുമ്പോൾ നല്ല പാടാണ്. ഇപ്പം കട്ട് ചെയ്യണ കൊഴുവയാണ്. പിന്നെ ആ ബക്കറ്റ് നിറയെ പല പല മീനുകളാട്ടോ. ചെയ്യിപ്പിക്കടാ. അപ്പോൾ അതിനകത്ത് നിറയെ മീനുകളുണ്ട്. കുറച്ച് ഞാൻ റൂമിൽ വെച്ച് കട്ട് ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ടെറസിലിരുന്ന് കട്ട് ചെയ്യാം, അപ്പോൾ എല്ലാം ഒന്നിച്ചങ്ങ് ചെയ്യാമല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ കൊഴുവ ചെയ്തുകൊണ്ടിരിക്കണേ. കൊഴുവയും ചെമ്മീനൊക്കെ കഴിക്കാൻ നല്ല രസമാണ്, പക്ഷേ കട്ട് ചെയ്യാൻ നല്ല പാടാണ്. ഫ്ലൈറ്റ് ഇങ്ങനെ 5 മിനിറ്റിലൊരു 10 ഫ്ലൈറ്റ് വെച്ച് പോകണ കാരണം ഭയങ്കര സൗണ്ടാണ്. അതെ, എമിറേറ്റ്സിൻ്റെ ഘോഷയാത്രയാണ്. കുറേ വെച്ച് കളയണ്ട, എന്നാൽ പിന്നെ ഉണ്ടാവില്ല. ജസ്റ്റ് ഒരു സൈഡ് കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലേക്കൊന്ന് മാറ്റി. കൊഴുവ ആകെ ഇത്തിരി കുഞ്ഞനാ, അതിൻ്റെ പകുതിക്ക് പകുതി അപ്പം കളഞ്ഞു കഴിഞ്ഞാൽ. മൈ ഡാഡി ഈസ് ദ ബെസ്റ്റ്. ഡാഡി മീനൊരുക്കി ഒരു പരിവായിരിക്കുക. ഇതൊന്നും എൻ്റെ കുട്ടിക്ക് വശമില്ലായിരുന്നു. ഇത്രയും മീനുണ്ടായിരുന്നു, ഞാനും ഓർത്തില്ല. പക്ഷെ ഇത്രയും മീനുണ്ട്, ലൈക്ക് ടൺസ് ഓഫ് ഫിഷ്. ഇനി ചൂരയും കൂടെ ഉണ്ട്. ആദ്യം ഇത് കട്ട് ചെയ്തിട്ട് അടുത്ത് കട്ട് ചെയ്യാം. ഈച്ചകൾ എങ്ങനെ അറിഞ്ഞൂടെ മീൻ വെട്ടുണ്ടെന്ന്. ഇതുണ്ടോ ഈ മീൻ കണ്ടോ? ഈ മീൻ എനിക്കൊരാൾ ഗിഫ്റ്റ് തന്നതാ കേട്ടോ. ഒരു പാകിസ്ഥാൻ ആങ്ങള അല്ലേ, എൻ്റെ ഒരു പാകിസ്ഥാൻ ആങ്ങള എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. അറിയാവുന്ന ഹിന്ദിയൊക്കെ വെച്ച് സംസാരിച്ചു ഞങ്ങൾ കുറച്ച് നേരം. അപ്പോൾ ബായ് ബഹനായി. അപ്പോൾ അരിയാൻ്റെ അടുത്ത് ചോദിച്ചു, എൻ്റെ ബഹന് ഞാനൊരു ഗിഫ്റ്റ് കൊടുത്തോട്ടെ എന്നൊക്കെ ചോദിച്ചു അല്ലേ. അപ്പോൾ അളിയെ സമ്മതിച്ചു അല്ലേ. അപ്പോൾ എനിക്ക് തന്നതാട്ടോ. ഒരു ഗ്രില്ല് ചെയ്ത് കഴിക്കാൻ പറഞ്ഞ് തന്നതാണ്. നമ്മുടെ കയ്യിൽ സെറ്റപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട്. ഇതെന്താ അത് നോക്കാശു? ഈ ഫിഷിൻ്റെ മുഖം നോക്കാശു. എടാ ആ പിരാന. ഇങ്ങോട്ട് ആശോ. ആശോ ആശോ വാടാ, ഇവിടെ വാടാ. അയ്യോ, ഞാൻ ചിരിച്ചോണ്ടിരുന്ന പറ്റില്ല. ഫിഷിൽ പല പല കളർ ഉണ്ടാവും. പക്ഷേ നമ്മുടെ നീലുവിനെന്താ കളറ്? റെയിൻബോ, നീല കളറ്. അങ്ങനെ കുറച്ചധികം സമയം എടുത്തെങ്കിലും മീനെല്ലാം ഞങ്ങൾ കട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. പിന്നെ നമ്മൾ ഇരുന്ന സ്ഥലമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഇനി താഴേക്ക് പോവാണ്. ചെന്നിട്ടേ ചെറിയൊരു അച്ചാറിടാന്ന് വിചാരിച്ചു. അതിന് വേണ്ടി ചൂര മീനാട്ടോ ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി മുളക് പൊടി, കാശ്മീരി ചില്ലി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കുറച്ച് സമയം വെക്കണം. അച്ചാറിനു മുമ്പ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 10-20 മിനിറ്റ് ഇങ്ങനെ വെച്ചോളൂ കേട്ടോ. ഞാൻ സാധാരണ കൈ വെച്ചാണ് ഇളക്കാറ്, പക്ഷെ ചെറുതായിട്ട് കൈ ഒന്ന് മുറിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ സ്പൂൺ എടുക്കുന്നത് കേട്ടോ. കൈ വെച്ച് ഇളക്കിയാൽ നന്നായിട്ട് എല്ലാ സ്ഥലത്തേക്കും മസാല പിടിക്കും. ഇനി നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞാൽ മതി കേട്ടോ. നമ്മൾ അച്ചാറിട്ട് കുറച്ച് നേരം വെച്ച് കഴിയുമ്പോഴേ അച്ചാറിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അങ്ങ് അലിഞ്ഞു ചേർന്നോളൂ. ഇനി ഇതെല്ലാം അരിഞ്ഞു വെച്ചതിന് ശേഷം നമുക്ക് ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിലർ ഡീപ്പായിട്ട് മൊരിച്ച് ഫ്രൈ ചെയ്യാറുണ്ട് കേട്ടോ, പക്ഷെ ഞാൻ അത്ര ഡീപ്പായിട്ട് മൊരിക്കാറില്ല. ഞാൻ കുറച്ചൊന്ന് വേവിച്ച് ഇങ്ങനെ എടുക്കാറേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മീൻ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അത്ര ഡീപ്പായി കഴിഞ്ഞാൽ ഭയങ്കര കട്ടിയായിരിക്കും കടിക്കും.
കഴിക്കുമ്പോൾ എന്ന് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത്ര ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യാത്ത. ഏകദേശം ഈ ഒരു പാകമൊക്കെ ആകുമ്പോഴേക്കും ഞാൻ എടുക്കാറുണ്ട് കേട്ടോ. ഇനി എനിക്ക് 2 ട്രിപ്പ് മീൻ വറുത്തെടുക്കാനുണ്ട്, കാരണം ഒരു ട്രിപ്പിൽ തികഞ്ഞില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ തന്നെ അടുത്ത ട്രിപ്പ് മീനും കൂടെ ഒന്ന് വറുത്തെടുക്കാം. ചൂരമീൻ പൊതുവെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഏറ്റവും ഇഷ്ടം ഇതുപോലെ അച്ചാറിട്ട് കഴിക്കാനാട്ടോ. ചൂരമീൻ അച്ചാറിന് എൻ്റെ ഏറ്റവും വലിയ പാടെന്ന് പറഞ്ഞാൽ മീനൊന്ന് വൃത്തിയാക്കി എടുക്കാൻ തന്നെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെട്ടു. അപ്പോൾ ദേ മീനൊക്കെ നല്ല ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ആ സെയിം എണ്ണയിലേക്ക് തന്നെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് ഇഞ്ചിയുടെയൊക്കെ പച്ചമണം മാറിക്കഴിയുമ്പോൾ മുളക് പൊടി, കാശ്മീരി ചില്ലിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ മസാല കരിഞ്ഞു പോകാതെ ഗ്യാസ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ വഴറ്റിയെടുക്കാൻ. അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ചാറായിട്ട് കിടക്കാൻ വേണ്ടിയാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ വെള്ളം പെട്ടെന്ന് തിളയ്ക്കും, മാത്രമല്ല എത്ര വെള്ളം ഒഴിച്ചാലും പെട്ടെന്ന് തന്നെ മീനിലേക്ക് അബ്സോർബ് ആവും കേട്ടോ. ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് വിനെഗർ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, വേണം എന്നുള്ളവർക്ക് മാത്രം ചേർത്താൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് ഉലുവാപ്പൊടിയും കായാണ്. അച്ചാർ ഏതാണെങ്കിലും അതിൻ്റെ മെയിൻ എന്ന് പറയണതാണ് ഈ ഉലുവാപ്പൊടിയും കായം. ഇപ്പോൾ ഇവിടെ മീനായതുകൊണ്ട് തന്നെ ഞാൻ രണ്ടും കുറച്ച് അധികം ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ കാര്യങ്ങൾ. നമ്മളെല്ലാം ചേർത്ത് കഴിഞ്ഞു. ഇനി ഈ മീൻ നന്നായിട്ട് ഇതിനൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഉപ്പോ എരിവൊക്കെ വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണയൊക്കെ മുകളിൽ നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. നമ്മൾ ആഡ് ചെയ്ത വെള്ളം ഒന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ, വെളിച്ചെണ്ണ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അങ്ങനെ ദേ ചൂരമീൻ അച്ചാർ റെഡിയായി. ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കഴിക്കണേക്കാളും നല്ലത് 2 ദിവസം കഴിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോഴേക്കും നമ്മളുടെ ഉപ്പും മുളകൊക്കെ നന്നായിട്ട് പിടിച്ചോളൂ. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതി കേട്ടോ. ഇനി അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല നല്ല ടിപ്പുകൾ അറിയണവരെ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.